വേണ്ടി എത്തിയ കർത്താവാണ്, ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ഈ ഗോപുരമാകുന്ന രക്ഷയുടെ ഗോപുരമാകുന്ന ഈ നാമത്തിന് മേൽ കയറി നമുക്ക് രക്ഷ പ്രാപിക്കാം. കർത്താവിന്റെ സ്നേഹം എല്ലാവരുടെ ഹൃദയത്തിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും കടന്നു വരട്ടെ, സൗഖ്യമായി കടന്നു വരട്ടെ. ആരെങ്കിലും മാറാരോഗികളായിട്ട് വീടുകളിൽ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ സ്നേഹം ഈ നിമിഷം കടന്നു വരട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളുമായി അവൻ ഇപ്പോഴും വചനം സ്ഥിരീകരിച്ചുകൊണ്ട് ഈ ദേശത്തു കൂടി സഞ്ചരിക്കുന്നുണ്ട്. അവിടുന്ന് ശിഷ്യന്മാരുടെ ഉയർത്തിന് ശേഷം ശിഷ്യന്മാര് വചനം പ്രഘോഷിച്ചപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ആ വചനത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി അവര് പോയ വഴികളിലൊക്കെ അവിടുന്ന് കടന്നു ചെന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഇന്ന് ഈ വലവൂർ ദേശത്ത് കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷമാണിത്. സൗഖ്യമായി, സ്നേഹമായി, കരുതലായി, സമ്പത്തായി, രോഗസൗഖ്യമായി, സമാധാനമായി, സന്തോഷമായി, കൃപയായി, അനുഗ്രഹമായി, ക്ഷമയായി, നന്മയായി എല്ലാം അവൻ ഇപ്പോൾ ഓരോരുത്തർ ഹൃദയങ്ങളിലേക്ക് വരുന്നുണ്ട്, ഓരോരുത്തർ ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് ഈ ദേശത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരണനാഥന്റെ മുമ്പിലേക്ക് നമ്മുടെ ഒപ്പമാകാൻ വേണ്ടി ദൈവമായവൻ ദൈവത്തെ മാറ്റിവെച്ചിട്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നവൻ വീണ്ടും കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അവിടെ തീരുന്നില്ല. അവൻ പാടുപീടുകൾ സഹിച്ചു മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് അവൻ വീണ്ടും അവന്റെ മനുഷ്യത്വത്തെ പോലും വേണ്ടാന്ന് വെച്ച് കുഞ്ഞപ്പമായി അവൻ ഇതാ ഓരോ ദേവാലയങ്ങളിൽ കാത്തിരിക്കുന്നു. കർത്താവിന് വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ വലവൂർ ദേവാലയത്തിന് പരിസ്ഥിതി നിൽക്കുമ്പോൾ, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേശത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ആ ദൈവത്തെ നിങ്ങളോടൊപ്പം ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്